ഹലോ എവറി വൺ. സോ നമ്മളിന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് ദ റെസ്റ്റ് ഓഫ് ദ സെഷൻ. നമ്മൾ വെക്ടേഴ്സിനെ പറ്റി പഠിച്ചു, അഡീഷൻ ഓഫ് വെക്ടേഴ്സിനെ പറ്റി പഠിച്ചു. നമ്മൾ ഇനി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയയിലേക്കാണ് പോകുന്നത്. ഇത് സിമ്പിൾ അഡീഷൻ തന്നെയാണ്, കുറച്ച് നമ്മൾ പഠിച്ച ആസ്പെക്ട്സ് ഒന്ന് യൂസ് ചെയ്തിട്ടുള്ള ഐഡിയാസ് നമ്മൾ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് 2-3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ഇപ്പം നമുക്കിപ്പോൾ ഒരു കൈൻഡ് ഓഫ് വെക്ടർ ഉണ്ടെന്ന് വെച്ചോ. ലെറ്റ്സ് സേ ഇതെൻ്റെ എക്സ് ആക്സിസ് ആണ്, ഇതെൻ്റെ വൈ ആക്സിസ് ആണ്. അപ്പോൾ ഇത് വെക്റ്റർ എ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബൈ ഡീഫോൾട്ട് ഇത് എപ്പോഴും ഓർത്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് തീറ്റ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗമാണ് എ കോസ് തീറ്റ, എപ്പോഴും ഓർക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു ലൈൻ എടുത്താൽ തന്നെ ഇപ്പോൾ ഈ ലൈനിനെ നമ്മളൊരു കൈൻഡ് ഓഫ് റൈറ്റ് ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് എ കോസ് തീറ്റയാണ്, ഇത് എ സൈൻ തീറ്റയാണ്. ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ഇത് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ എടുത്തു, ഇതാണ് തീറ്റ, ഇതിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ ലെങ്ത് എന്ന് പറയുന്നത് എ ആണെങ്കിൽ നമുക്കിത് ഇന്ന് കോസ് തീറ്റ എടുക്കാം. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെങ്ത്, ഇപ്പോൾ ഈ പർട്ടിക്കുലർ, ഇപ്പോൾ ഞാനത് മെയിൻറ്റെയിൻ ചെയ്യാം, എ ബി സി. കോസ് തീറ്റ എന്ന് പറഞ്ഞത് എന്തായിരിക്കും, അതായത് ഈ ഒരു പർട്ടിക്കുലർ ലെങ്ത് സി ബി ബൈ എ എന്ന് പറ്റും. അപ്പോൾ സി ബി എന്താ കിട്ടുക, എ കോസ് തീറ്റയാണ്. ഇത് മാത്രമേ പ്രീറെക്വിസിറ്റ് ഉള്ളൂ. അതും അങ്ങനെയാണ് എനിക്കിത് എ കോസ് തീറ്റ കിട്ടിയത്, ഈ പർട്ടിക്കുലർ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി സൈൻ തീറ്റ എടുക്കുവാണെങ്കിൽ ഇത് എ ബി ബൈ എ എന്ന് കിട്ടും. അപ്പോൾ എ ബി എന്തെന്നാ, എ സൈൻ തീറ്റയാണ്. ഓക്കെ, അങ്ങനെയാണ് ഇത് എനിക്ക് കിട്ടിയത്. ഈ ഒരു കാര്യം മാത്രമേ അറിയേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നിങ്ങൾക്കറിയാം, ഇഫ് ലെറ്റ്സ് സേ ഹൗ ടു ആഡ് ടു വെക്ടേഴ്സ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ ഒരു വെക്ടർ ഉണ്ട് എ, ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ട് ബി. ഈ വെക്ടേഴ്സ് എങ്ങനെ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് വെക്ടർ എ വരയ്ക്കുക ഫസ്റ്റ്, വെക്ടർ ബി വരയ്ക്കുക, ഇതാണ് നമ്മുടെ എ പ്ലസ് ബി വെക്ടർ. ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി ഈ ഒരു ഐഡിയ മനസ്സിലാക്കണമെങ്കിൽ. പാരലോഗ്രാം ലോ വെക്ടർ ഇത് ബോർഡ് എക്സാമിന് ഇത് ചില സമയത്ത് ഒരു പ്രൂഫായിട്ട് ഡിറൈവ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കും. അത് ഞാൻ പറഞ്ഞുതരാം മൊത്തത്തിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, സോ ഇത്രയും മാത്രം മതി, ഇത്രയും ഐഡിയാസ് മാത്രം മതി ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. സോ നമുക്കിപ്പോൾ 2 വെക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇതാണ് വെക്ടർ പി എന്ന് വെച്ചോ. ഓക്കെ, ഇതാണ് വെക്ടർ ക്യൂ എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള ആംഗിൾ സബ്റ്റെൻഡ് ചെയ്യുന്നത് തീറ്റയാന്ന് വെച്ചോ. ഓക്കെ, ഇതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം. അതായത് ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ റിസൾട്ടൻ്റ് വരിക, ഏത് ഫോമിലായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. സോ നമുക്കറിയാം, നമുക്ക് 2 വെക്ടേഴ്സ് ഉണ്ട് പി ആൻഡ് ക്യൂ. നമുക്ക് എങ്ങനെ ആഡ് ചെയ്യണം നമ്മൾ പറഞ്ഞത്, പി ആൻഡ് അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നോക്കണം, നമ്മൾ പി പ്ലസ് ക്യൂ ചെയ്യുന്നതും ക്യൂ പ്ലസ് പി ചെയ്യുന്നതും ഈക്വൽ ആണ്. ഓക്കെ, ഇതും കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കണം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ക്യൂ പ്ലസ് പി ആണ് ചെയ്യുന്നത്. സോ ക്യൂ വെക്ടർ ഉണ്ട്, പി വെക്ടർ എടുത്തിട്ട് ഞാൻ ഇവിടെ വെച്ചു. സോ പി വെക്ടർ എടുത്തിട്ട് ഞാൻ ഇവിടെ വെച്ചു, ഇവിടെയാണ് എൻ്റെ പി വെക്ടർ ഉള്ളത്. ഓക്കെ, ഈ പി വെക്ടറിനെ ഞാൻ അഗെയിൻ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതാ ഈ ആംഗിളും തീറ്റ ആയിരിക്കുമല്ലോ, ഈ ആംഗിളും തീറ്റ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിനെ 2 കോമ്പണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, പി കോസ് തീറ്റ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ. ഈ അഡ്ജസൻറ്റ് ആംഗിൾ, അതായത് അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് കോസ് തീറ്റ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് പി സൈൻ തീറ്റയാണ്, പി സൈൻ തീറ്റയാണ്. ഇതിനകത്ത് നമ്മുടെ ആക്സിസ് എങ്ങനെയായിരിക്കും വരിക, അതായത് ഇത് നമ്മുടെ വൈ ആക്സിസ് ആണ്. സോ നമുക്കൊരു യൂണിറ്റ് വെക്ടർ ഉണ്ട് ഐ ക്യാപ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇത് എക്സ് ആക്സിസ് ആണ്, ഒരു യൂണിറ്റ് വെക്ടർ ഉണ്ട്, സോറി തിരിച്ചാണ്, ഇത് ജെ ക്യാപ്പ്, ഇത് ഐ ക്യാപ്പ്. ഓക്കെ, ഇത് ഐ ക്യാപ്പ്, ഇത് ഐ ക്യാപ്പ്. ഓക്കെ, സോ ഐ ക്യാപ്പ് അലോങ് ദ എക്സ് ആക്സിസ്, ജെ ക്യാപ്പ് അലോങ് ദ വൈ ആക്സിസ്. സോ നമുക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു വെക്ടർ, അതായത് ഇതിൻ്റെ ഈ ഒരു വെക്ടർ ഇപ്പോൾ ഇത് മൊത്തം ആഡ് ചെയ്യുകയാണ്. ആക്ച്വലി ഈ വെക്ടർ പ്ലസ് ഈ വെക്ടർ ആണ് ഈ വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് ഈ വെക്ടർ ക്യൂ ഞാൻ വരച്ചു, പി ഞാൻ വരച്ചു. സോ ക്യൂ വെക്ടർ പ്ലസ് പി വെക്ടർ ആണ് ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ആർ വെക്ടർ. സോ ആ ആർ വെക്ടർ എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ.
സോ ഞാനിപ്പോൾ ചെയ്തേക്കുന്ന ഇത്രയേ ഉള്ളൂ, ക്യൂ വെക്റ്റർ പ്ലസ് പി വെക്റ്റർ. സോ ഇതിനെ ഞാൻ രണ്ട് രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ നോക്കിക്കോ, ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസ് ഇതിനകത്ത് ഈ ഒരു എൻറ്റയർ വെക്റ്റർ, ഇവിടെ ഈ രണ്ട് വെക്റ്റേഴ്സ് ആഡപ്പ് ആവുമല്ലോ, ഈ താഴത്തെ വെക്റ്റർ. സോ ഈ വെക്റ്റർ എന്ന് പറയുന്നത് ക്യൂ പ്ലസ് പി കോസ് തീറ്റ ഐ ക്യാപ്പ്. എന്തുകൊണ്ടാണ് ക്യൂ പ്ലസ് പി കോസ് തീറ്റ ഐ ക്യാപ്പ്? അതായത് ക്യൂ ഉണ്ട് പ്ലസ് പി കോസ് തീറ്റ, സോ ദ എൻറ്റയർ ലെങ്ത് കിട്ടി, പ്ലസ് പി സൈൻ തീറ്റ ജെ ക്യാപ്പ്. ഓക്കെ, അതാണ് ഈ വെക്റ്റർ. സോ ഈ വെക്റ്റർ പ്ലസ് ഈ വെക്റ്റർ എന്തെന്നാ ഈ വെക്റ്ററായി, മനസ്സിലായല്ലോ? അതായത് ഈ ബോട്ടം കാണുന്ന ഈ വെക്റ്റർ പ്ലസ് സൈഡ് കാണുന്ന ഈ വെക്റ്ററിൻ്റെ സം എന്ന് പറയുന്നത് ഈ വെക്റ്ററായി. ഞാൻ പിന്നെ ജസ്റ്റ് എലോങ് ദ എക്സ് ആക്സിസ് ഏതൊക്കെയാണ് ഉള്ളത്? നമുക്ക് ഐ ക്യാപ്പ് ആണുള്ളത്. സോ ക്യൂ ഐ ക്യാപ്പ് പ്ലസ് പി കോസ് തീറ്റ ഐ ക്യാപ്പ്. സോ അതിനെ ഞാൻ കമ്പൈൻഡ് ആക്കിയിട്ട് ക്യൂ പ്ലസ് പി കോസ് തീറ്റ എന്ന് എഴുതി. ഓക്കെ, ഇതാണ് നമ്മുടെ റിസൾട്ടൻറ്റ് വെക്റ്റർ. ഇത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇനി നമുക്കിതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഈ വെക്റ്ററിൻ്റെ നമ്മളിപ്പോൾ ഇതൊരു വെക്ടോറിയൽ ഫോമാണ് എഴുതിയത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതൊരു റൈറ്റ് ആംഗിൾ അല്ലേ, ഇത് 90 ഡിഗ്രീസ് എടുത്ത് നോക്കി. അപ്പോൾ ഇത് സ്ക്വയർ പ്ലസ് ഇത് സ്ക്വയർ. ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കുക, ഇത് നമ്മുടെ ഒരു പ്രീ റിക്വസ്റ്റ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇപ്പോൾ എനിക്കൊരു വെക്റ്റർ ഉണ്ട് എ ക്യാപ്പ്, അതിൻ്റെ ഈ സൈഡ് ഈ വെക്റ്റർ എന്ന് പറഞ്ഞാൽ എ എക്സ് ഐ ക്യാപ്പ്, ഇത് എ വൈ ജെ ക്യാപ്പ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കേസിനകത്ത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ ഓൾ ടു ദ റൂട്ട്, അതായത് നമ്മുടെ റൈറ്റ് ആംഗിൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ. സോ നമ്മൾ ഇതിൻ്റെ മോഡുലസ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ സോ ക്യൂ പ്ലസ് പി കോസ് തീറ്റ, ഓക്കെ, ഇതിൻ്റെ സ്ക്വയർ പ്ലസ് പി സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ, പിന്നെ ഇതിൻ്റെ സ്ക്വയർ റൂട്ട്. ഓക്കെ, ഇങ്ങനെ എഴുതേണ്ടി വരും. ഓക്കെ, ഇങ്ങനെ എഴുതിയിട്ട് ഇനി ഇതിൻ്റെ ഞാൻ ഇങ്ങോട്ടേക്ക് സൈഡിലേക്ക് എഴുതാം. ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്, നിങ്ങൾക്കറിയാം. സോ ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് പി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ അങ്ങനെ കിട്ടും. ഇത് പി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ തന്നെ വരും. സോ നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക, നിങ്ങൾ തന്നെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചെയ്തു നോക്കുക കൂടെ തന്നെ. സോ ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് പി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് പി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ, ഇത്രയും കിട്ടി. ഓക്കെ, നോക്കി നോക്കൂ. ഇനി നമ്മളിവിടെ പി കോമൺ ആയിരിക്കും, അതായത് പി സ്ക്വയർ കോമൺ ആയിരിക്കും. സോ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ നമുക്ക് ഇതെന്ന് പറയുന്നത്, സോ ഞാനതൊന്ന് റീഅറേഞ്ച് ചെയ്തിരുന്നു. പി സ്ക്വയർ, ഞാൻ ഈ പി സ്ക്വയർ കോമൺ ആക്കി എടുത്തു. പി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ എന്ന് കിട്ടി. ഓക്കെ, ഇതാ ഈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്തായിരിക്കും? അത് നിങ്ങൾ ട്രിഗ്നോമെട്രി പഠിച്ചിട്ടുണ്ടാവണം. അതെന്ന് പറഞ്ഞാൽ 1 ആണ് വാല്യൂ. സോ അറ്റ് ദ എൻഡ് നമുക്ക് കിട്ടും പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്, അതായത് ഇതിൻ്റെ റിസൾട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് റിസൾട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ്. സോ ഇതാണ് നമ്മുടെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സിൻ്റെ ഫസ്റ്റ് ഐഡിയ. സോ മെയിനായിട്ട് ഇത് സിമ്പിളാണ്, ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമുക്ക് ഈ ഒരു വെക്ടറിൻ്റെയും ഈ ഒരു വെക്ടറിൻ്റെയും ഞാൻ അതൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ അതായത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വെക്ടർ, ഓക്കെ, ഈ ഒരു വെക്ടർ ആൻഡ് ഈ ഒരു വെക്ടറിൻ്റെ, ഈ രണ്ട് വെക്ടറിൻ്റെ സമ്മാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ സമ്മാണ് നമ്മൾ കാണുന്നത്. സോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വെക്ടറിനെ, ഈ പി എന്ന് പറഞ്ഞ വെക്ടറിനെ എടുത്ത് ഇവിടെ വെച്ചു. ഓക്കെ, പി എന്ന് പറഞ്ഞ വെക്ടറിനെ ഇവിടെ എടുത്തു, അതിനെ രണ്ട് കോമ്പണൻസ് ആക്കി, പി കോസ് തീറ്റ എന്നും പി സൈൻ തീറ്റ എന്നും കോമ്പണൻസ് ആക്കി. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ ഈ ഒരു വെക്ടറിൻ്റെ ലെങ്ത്ത് അതായത് ഈ ഒരു വെക്ടർ എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ സം ഓഫ് ഈ വെക്ടർ പ്ലസ് ഈ വെക്ടർ ചെയ്താൽ മതി. ഓക്കെ, സോ ഈ വെക്ടർ ഇവിടെ ക്യൂ വെക്ടർ എന്ന് പറയുന്നത് ഐ ഡയറക്ഷനിലാണ്, പി കോസ് തീറ്റ എന്ന വെക്ടറും ഐ ഡയറക്ഷനിലാണ്. സോ അതിനെ ഞാൻ കമ്പൈൻഡ് ആക്കി ക്യൂ പ്ലസ് പി കോസ് തീറ്റ എന്ന് എഴുതി. ഓക്കെ,
പിന്നെ നമുക്ക് ആകെ y ഡയറക്ഷനിൽ ഒരു വെക്ടറേ ഉള്ളൂ, അതാണ് p sin തീറ്റ എന്ന് പറയുന്നത്. സോ q പ്ലസ് പി കോസ് തീറ്റ ഐ ക്യാപ് p sin തീറ്റ j ക്യാപ്. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞു നമുക്ക് എങ്ങനെ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അതെന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. സോ ഇത് ഒരു ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ഇറ്റ് സൈഡ്സ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ അത് കിട്ടി. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ കണ്ടുപിടിച്ചത് ഇവിടുന്ന് ഇത് ചെയ്തു. ബാക്കി ഇതിൻ്റെ സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണമെന്ന് വെച്ചോ. ലെറ്റ്സ് സേ ഇപ്പോൾ ഈ സബ്ടെൻഡഡ് ആംഗിൾ കണ്ടുപിടിക്കണമെന്ന് വെച്ചോ. അതിപ്പോൾ എങ്ങനെ ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് ഈ ഒരു ആംഗിൾ ആൽഫ. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കാം ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. അപ്പോൾ ആ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ വളരെ സിമ്പിളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തു എന്നിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കുക അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, സോ ഇത്രയും ഭാഗം ഞാനൊന്ന് ഇറേസ് ചെയ്യാണ്, ഈ ഒരു ഭാഗം. ഓക്കെ, ഓക്കെ, സോ ടാൻ ആൽഫ അതെത്രയായിരിക്കും? ടാൻ ആൽഫ എന്ന് പറയുന്നത് പി സൈൻ തീറ്റ. സോ പി സൈൻ തീറ്റ ബൈ, സോ നോക്ക് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ്. അതായത് ഈ ആൽഫ എന്ന് പറയുന്നത് ഈ ടോട്ടൽ ലെങ്ത് ആണ് എനിക്ക് വേണ്ടത്. അതായത് ഈ ലെങ്ത് ആണ് വേണ്ടത്. ആ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂ പ്ലസ് പി കോസ് തീറ്റയാണ്. സോ ക്യൂ പ്ലസ് പി കോസ് തീറ്റയാണ്. ഓക്കെ, ഇതാണ് ഈ രണ്ട് റിസൾട്ട്സ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് ഇതും പിന്നെ ഇത് ഞാൻ മുകളിലേക്ക് എഴുതാം ഇവിടത്തേക്ക്. സോ റിസൾട്ടൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. ഈ രണ്ട് സംഭവങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം, ഈ വാല്യൂസ്. ഓക്കെ, സോ ഇതിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. ഒന്ന്, ഇപ്പോൾ ലെറ്റ്സ് സേ ഈ രണ്ട് വെക്ടേഴ്സും ഒരേ ഡയറക്ഷനിലാണെന്ന് വെച്ചോ. അതായത് പിയും ക്യൂവും. സോ എഗെയിൻ ഞാനിവിടെ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പോൾ പി ഈ ഡയറക്ഷനിലാണ്, ക്യൂ ഈ ഡയറക്ഷനിലാണ്, നമുക്കറിയാം. ഓക്കെ, സോ ഇത് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. സോ ആ തീറ്റ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും സെയിം ഡയറക്ഷനിലാണെന്ന് വെച്ചോ. സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഇത് ഈ ഡയറക്ഷനിലാണ്, അപ്പോൾ ക്യൂവും ഈ ഡയറക്ഷൻ തന്നെ വന്നു, ഇതും ഈ ഡയറക്ഷനിൽ, ഇത് രണ്ടും ഒരേ ഡയറക്ഷനിൽ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയത്ത് വരുന്ന സമയത്ത് അപ്പോൾ ഇതിൻ്റെ ആംഗിൾ 0 ആയിരിക്കും. കോസ് 0 എത്രയായിരിക്കും? കോസ് 0 1 ആണ്. ഓക്കെ, അപ്പോൾ അതെന്താ ആ സമയത്ത് എന്താ സംഭവിക്കുക? കോസ് 0 1 ആവുന്ന സമയത്ത് നമുക്ക് നോക്കാം ആർ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ ചേഞ്ച് ആവും എന്നുള്ളത്. സോ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇത് പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. സോ റൂട്ട് ഓഫ് പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയർ എന്ന് വന്നു. അതായത് അത് പി പ്ലസ് ക്യൂ ആണ്. അതായത് ജസ്റ്റ് ആഡ് ചെയ്യുന്ന രീതിയിൽ, മനസ്സിലായില്ലേ? ഇത് 90 ഡിഗ്രീസ് ആണെന്ന് വെച്ചോ. 90 ഡിഗ്രീസ് ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? 90 ഡിഗ്രീസ് ആണെന്നുണ്ടെങ്കിൽ കോസ് തീറ്റ 0 ആയിരിക്കും, റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ഓക്കെ, സോ ആ ഒരു കേസിനകത്ത് ഇപ്പോൾ ലെറ്റ്സ് സേ നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഇത് പി ആണ്, ഇത് ക്യൂ ആണ്. ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി. ലെറ്റ്സ് സേ ഇത് 90 ഡിഗ്രി ആണെന്ന് വെച്ചോ. സോ ഇത് ഞാൻ ഇപ്പോൾ ഈ വെക്ടറിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങോട്ടത്തേക്ക് വെച്ചു, ഇത് പി ആണ്. സോ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾ നോക്കി നോക്കുക. നോർമലി ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ, അത് തന്നെയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. മനസ്സിലായില്ലേ? ഇനി ആ രീതിയിലാണ് നമ്മൾ ഇപ്പം അത് 180 ഡിഗ്രി ആണെന്ന് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉത്തരം കിട്ടാവുന്നത് പി മൈനസ് ക്യൂ ദ ഹോൾ സ്ക്വയർ എന്ന് ഇവിടെ വരും. സോ പി മൈനസ് ക്യൂ എന്ന് വരും. ഓക്കെ, ഡയറക്റ്റ് സബ്ട്രാക്ഷൻ തന്നെ. സോ ഇത്രയാണ് നമ്മുടെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സിൽ ഉള്ളത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊജക്ടൈൽ മോഷനാണ്. പ്രൊജക്ടൈൽ മോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയ ആണ്. സോ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് പോവാം. ആൻഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം അതിൻ്റെ ഐഡിയാസ് കുറച്ചുകൂടെ നന്നായിട്ട്. സോ നമ്മൾ ഡിഫറെൻറ്റ് കേസസ് ഇപ്പോൾ നമ്മൾ നമ്മുടെ നോർമൽ കാര്യങ്ങളെല്ലാം അതിനെപ്പറ്റിയുള്ള ബേസിക് ആട്രിബ്യൂട്ട്സ് എല്ലാം നോക്കും. അതിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നതായിരിക്കും. ഓക്കെ, ഓക്കെ. സോ പ്രൊജക്ടൈൽ മോഷൻ. സോ
സോ പ്രൊജക്ടൈൽ മോഷൻ നിങ്ങൾക്ക് അറിയാം ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ. പ്രൊജക്ടൈൽ അത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ലെറ്റ്സ് ഇപ്പോൾ എന്തെങ്കിലും നമ്മളെടുത്ത് ഒരു കാര്യം എറിഞ്ഞാൽ, ഇപ്പോൾ ലെറ്റ്സ് ഞാൻ നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ നേർക്കൊരു മിഠായി എറിയുന്നു. ഓക്കെ, ആ സമയത്ത് എന്താ സംഭവിക്കുക? ഇതൊരു പാരബോളിക് പാത്ത് പോലെ, അതായത് ഒരു പർട്ടിക്കുലർ പാത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെ പോകാന്നുള്ളത്. ഇപ്പോൾ ലെറ്റ്സ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുകയെന്ന് വെച്ചോ, ഞാൻ ഇവിടെ നിന്നാണ് എറിയുന്നത്. സോ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇതിങ്ങനെ പോയിട്ട് ഇതിങ്ങനെ ഇവിടെ വന്ന് നിൽക്കും. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു പാത്തിനെയാണ് നമ്മൾ പാരബോളിക് പാത്ത് എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, സോ ഇത് എന്തുകൊണ്ട് സംഭവിക്കും എന്നുള്ളത് നമ്മളിപ്പോൾ ചിന്തിക്കുന്നില്ല. നമ്മളിതിനെ അനലൈസ് ചെയ്യാൻ നോക്കുകയാണ്. ഇതിൻ്റെ ഒരു കൈൻഡ് ഓഫ് എന്തെല്ലാം നമുക്ക് ഇതിൽ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ ഇപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നു കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി തന്നു കഴിഞ്ഞാൽ, ഇതിൻ്റെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, ആ ഇനീഷ്യൽ സ്പീഡ് ആൻഡ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, ഈ കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ ഇത് എത്ര ഹൈറ്റിലേക്ക് പോയി, ഇത് എത്ര ദൂരം സഞ്ചരിച്ചു, എത്ര സമയം ഇത് എയറിലുണ്ടായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ നോർമലി കാണുന്ന, വളരെ നോർമലായിട്ട് കാണുന്ന ഒരു കൈൻഡ് ഓഫ് മോഷനാണ് പ്രൊജക്ടൈൽ മോഷൻ. ഓക്കെ, അപ്പോൾ അതായിരിക്കും നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്കതൊന്ന് പഠിച്ചു നോക്കാം നന്നായിട്ട്. ആ ഒരു ഭാഗം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും നിങ്ങൾക്ക്. സോ ഞാനിപ്പോൾ ഒരു പ്രൊജക്ടൈൽ എടുത്തു. അതിനെ ഞാൻ ത്രോ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഇതാണ് മൈ വെലോസിറ്റി വെക്റ്റർ. അതായത് യു എന്ന് പറയും. ഇതാണ് യു വെക്റ്റർ. അപ്പോൾ ഇത് ആംഗിൾ തീറ്റയിലാണ് ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇതിങ്ങനെ പോയി ഇതിവിടെ വന്ന് വീഴും. ഓക്കെ, സോ എഗെയിൻ ഇതിനെ 2 കോമ്പണൻസായി ഡിവൈഡ് ചെയ്യാം. അതായത് ഇപ്പോൾ യു എന്ന വെക്റ്റർ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് റിപ്പീറ്റ് ചെയ്യാം. ഈ ഒരു യു എന്ന് പറയുന്ന വെക്റ്ററിനെ നമുക്ക്, ഇത് തീറ്റ ആണെങ്കിൽ ഈ വെക്റ്ററായിട്ടും, സോ യു കോസ് തീറ്റ യു കോസ് തീറ്റ ഐ ക്യാപ്, പിന്നെ ഇത് യു സൈൻ തീറ്റ ജെ ക്യാപ്. ഓക്കെ, 2 വെക്റ്റേഴ്സായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ. അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് യു കോസ് തീറ്റ എന്ന് പറഞ്ഞൊരു വെക്റ്റർ ഉണ്ട് അലോങ് ദി എക്സ് ആക്സിസ്. ഇതാണ് എൻ്റെ എക്സ് ആക്സിസ്, ഇതാണ് എൻ്റെ വൈ ആക്സിസ്. ഇത് യു സൈൻ തീറ്റയാണ്. ഓക്കെ, അത് മറ്റേ ജെ ആക്സിസിൽ, അതായത് വൈ ആക്സിസിലാണുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് എന്തെല്ലാം ഉള്ളത്? പിന്നെ നമുക്കറിയാം, അതായത് ഗ്രാവിറ്റി നമ്മളെ പുള്ളി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗ്രാവിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് നേരെ അങ്ങ് പൊക്കോണ്ടേയിരിക്കും. ഇതിപ്പോൾ ഈ നമ്മളിങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടേയിരിക്കും, അൺലിമിറ്റഡ്. അതായത് ഒരു കൈൻഡ് ഓഫ് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു പാത്തിനൊരു മാറ്റം ഇല്ലാണ്ട് അങ്ങ് പൊക്കോണ്ടേയിരിക്കും. ഇതിനകത്ത് ഇതിൻ്റെ ഈ ഒരു കൈൻഡ് ഓഫ് മോഷനെ കൺട്രോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റി ഉണ്ടായതുകൊണ്ടാണ് ഇതിങ്ങനെ താഴ്ന്നു വരുന്നത്. അപ്പോൾ നമുക്കറിയാം ജി എന്ന് പറയുന്ന വാല്യൂ താഴത്തോട്ടാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ഐഡിയ മൊത്തത്തിൽ ക്ലിയർ ആയി ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഫസ്റ്റ് ഇയറിൽ പഠിച്ച, അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസിലുള്ള എല്ലാ മോഷനെയും നമുക്ക് ഈ ഒറ്റ ഇക്വേഷനിൽ എഴുതാൻ പറ്റും. എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഇക്വേഷൻ, എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ x0 പ്ലസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ആൻഡ് വൈ ഓഫ് ടി എന്ന് പറഞ്ഞ കേസിനകത്ത് ഒന്നും മാറ്റമില്ല, y0 പ്ലസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, സോ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസും ഈ ഒരു പർട്ടിക്കുലർ കേസിനകത്ത് എഴുതാൻ പറ്റണം. അതാണ് മെയിനായിട്ടുള്ള ഐഡിയ. അതായത് ഇതിൻ്റെ ഹോൾ മോഷൻ, അതായത് ഇത് 2 ഡയമെൻഷണൽ മോഷൻ ആയതുകൊണ്ട് എനിക്ക് 2 ആക്സിസും കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് എക്സ് ആക്സിസും ഒന്ന് വൈ ആക്സിസും. സോ എക്സ് ആക്സിസിനകത്ത് എന്താ സംഭവിക്കുന്നത് നോക്കാം. എക്സ് ആക്സിസിൽ എന്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഒറിജിൻ ആണ്. സോ x0 എന്ന് പറയുന്ന, അതായത് x0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പൊസിഷൻ, അത് 0 ആണ്. y0 എന്ന് പറഞ്ഞ പൊസിഷനും 0 ആണ്. ബിക്കോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. നമ്മളൊരു ഡിഫറെൻറ്റ് കേസ് ചെയ്യും വേർ വി ഡോണ്ട് സ്റ്റാർട്ട് അറ്റ് ദ ഒറിജിൻ. നമ്മൾ സംവെയർ ഹിയർ, ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു കേസിനകത്ത് നമ്മൾ എക്സ് ഓഫ് ടി എഴുതുകയാണ് ഈ കേസിനകത്ത്. സോ എക്സ് ഓഫ് ടി എന്തെല്ലാം ഉള്ളത്? x0 0 ആണ്. ഓക്കെ, x0 0 ആയി. യു എന്ന് പറയുന്ന വെലോസിറ്റി ഇൻ ദ എക്സ് ആക്സിസ്, ഇനീഷ്യൽ വെലോസിറ്റി ഇൻ ദ വൈ എക്സ് ആക്സിസ്, അതെന്താ? യു കോസ് തീറ്റയാണ്. സോ പ്ലസ് യു കോസ് തീറ്റ ടി. പിന്നെ നമുക്ക് എന്തെങ്കിലും ആക്സിലറേഷൻ ഉണ്ടോ എക്സ് ആക്സിസിൽ? ഒന്ന് ചിന്തിച്ച് നോക്ക്. എക്സ് ആക്സിസിൽ ആക്സിലറേഷൻ ഉണ്ടാവില്ല. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റി എപ്പോഴും നമ്മളെ താഴത്തേക്ക് വലിക്കത്തേ ഉള്ളൂ. സൈഡിലേക്ക് ഒരിക്കലും ഗ്രാവിറ്റി എക്സിറ്റ് ചെയ്യുന്നത്, നിങ്ങൾ സൈഡിലേക്ക് വീഴാൻ പോകും, ഒരു ഭാഗത്ത് ഒരിക്കലും പോകത്തില്ല, സൈഡിലേക്ക് വീഴാൻ പോകത്തില്ല. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റി എപ്പോഴും നമ്മുടെ താഴത്തേക്ക് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. സോ ഈ ഒരു ടേം 0 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എത്ര കിട്ടിയേ? യു കോസ് തീറ്റ ടി എന്ന് കിട്ടി.
ഇനി വൈ ഓഫ് ടിയിൽ നമ്മളിങ്ങനെ എഴുതാൻ പോവാണ്. വൈ ഓഫ് ടിയിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിനലാണ്. സോ 0 പ്ലസ് യു സൈൻ തീറ്റ ടി ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ഇൻ ദ വൈ ആക്സിസ് എന്താ, യു സൈൻ തീറ്റയാണ്. സോ യു സൈൻ തീറ്റ ടി. പിന്നെ ഗ്രാവിറ്റി എങ്ങോട്ടാണ്, താഴത്തേക്കാണ്. ഗ്രാവിറ്റി ഇറ്റ്സ് ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഡയറക്ഷനാണ്, താഴത്തേക്കാണ്. വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡയറക്ഷനിലാണ്, ഡൗൺവേർഡ് നെഗറ്റീവ് ഡയറക്ഷനിലാണ്. സോ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഓക്കെ, സോ ഇതിനെ നമുക്ക് ഒന്നൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ സോ വൈ ഓഫ് ടി എന്ന് പറയുന്നത് യു സൈൻ തീറ്റ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. സോ ഞാൻ ഇതിൻ്റെ രണ്ട് ഇക്വേഷൻ നമ്പേഴ്സ് ഇടും. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. സോ ഈ രണ്ട് ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, ആക്ച്വലി ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കൈൻഡ് ഓഫ് മാത്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ജസ്റ്റ് ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, സബ്സ്റ്റിറ്റ്യൂഷനും ഡിഡക്ഷനും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആക്ച്വലി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനകത്ത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് ഇറേസ് ചെയ്യാം. ഞാൻ ഈ റൈറ്റ് സൈഡിലേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സമയം ഇത് എയറിൽ ഇങ്ങനെ പോകുന്നു എന്നാണ്. ഓക്കെ, എത്ര സമയം ഇത് എയറിലുണ്ട്, അല്ലെങ്കിൽ ഇത് നമ്മൾ ത്രോ ചെയ്തതിന് ശേഷം എത്ര സമയത്തിന് ശേഷം നമ്മൾ ഇത് താഴത്തേക്ക് വീഴും. ഇതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മതി. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. നമുക്ക് ഈ ഇക്വേഷൻസ് ഒന്ന് നോക്കിയിട്ട് എങ്ങനെ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്, ഒറിജിനലാണ്. ഇത് എൻഡ് ചെയ്യുന്നത് ഒറിജിനലല്ല, ബട്ട് ഇറ്റ് ഈസ് അറ്റ് y = 0. y = 0 എന്ന പോയിന്റിലാണ് ഇത് വന്ന് വീഴുന്നത്. എക്സ് സം വാല്യൂ ഉണ്ടാവും. ശരി, നിങ്ങൾ നോക്കി വെക്കും. ഞാൻ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, y 0 അല്ലായിരുന്നു, y കൂടി വന്ന് മെല്ലെ താഴത്തേക്ക് y കുറഞ്ഞു വന്ന് 0ക്ക് പോയി. ഓക്കെ, സോ നമുക്കറിയാം വെൻ y = 0 ഇത് താഴത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, അതായത് ആഫ്റ്റർ സം ടൈം. സോ നമുക്കിപ്പോൾ അറ്റ് സം ടൈം അറ്റ് എ ടൈം നമുക്ക് ക്യാപിറ്റൽ ടി എന്ന് കൊടുക്കാം. ഓക്കെ, y ഓഫ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഏതോ ഒരു സമയത്ത്, നമുക്കറിയില്ല അത് ഏതാ സമയം എന്നുള്ളത്, ഈ ഒരു y വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, സോ നമുക്കറിയാം yൻ്റെ ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇതിനകത്ത് ക്യാപിറ്റൽ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 0 കൊടുത്തു കഴിഞ്ഞിട്ട് ആ ക്യാപിറ്റൽ ടി കണ്ടുപിടിച്ചാൽ മതി. സോ y ഓഫ് ക്യാപിറ്റൽ ടി 0 ആണ്. y ഓഫ് ടി എന്ന് പറയുന്നത് ഇതാണ്. സോ y ഓഫ് ക്യാപിറ്റൽ ടി എന്തെന്നാ, ഈ ടീൻ്റെ സ്ഥാനത്തെല്ലാം ക്യാപിറ്റൽ ടി കൊടുക്കുക, അത്രേ ഉള്ളൂ. സോ യു സൈൻ തീറ്റ ക്യാപിറ്റൽ ടി മൈനസ് ഹാഫ് ജി ക്യാപിറ്റൽ ടി സ്ക്വയർ = 0. ഓക്കെ, ഇനി നമ്മളിത് ജസ്റ്റ് സോൾവിങ് മാത്രമേ ഉള്ളൂ ഈ ഇക്വേഷൻ. സോ ഞാനിപ്പോൾ ഈ ഹാഫ് ജി ടി സ്ക്വയർ റൈറ്റ് സൈഡിലേക്ക് എടുത്തു. യു സൈൻ തീറ്റ ടി = ഹാഫ് ജി ക്യാപിറ്റൽ ടി സ്ക്വയർ. ഓക്കെ, സോ ഇതിൽ നിന്ന് ഞാൻ ടി ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് നോക്കാം. ഇവിടെ ഇവിടെ ഒരു ടി ഉണ്ട്, ഇവിടെ ഒരു ടി ഉണ്ട്, അത് ക്യാൻസൽ ആയിപ്പോൾ. സോ 1t വിൽ ബി ലെഫ്റ്റ് ഹിയർ. സോ യു സൈൻ തീറ്റ = ഹാഫ് ജി ക്യാപിറ്റൽ ടി. ഓക്കെ, ഇത്രയും കിട്ടി. സോ ക്യാപിറ്റൽ ടി, ഇതിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ ടി കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ ടി ഈസ് 2u സൈൻ തീറ്റ ബൈ ജി. ഇതാണ് നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ടൈം ഓഫ് ഫ്ലൈറ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ എഗെയിൻ ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. സോ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുത്തു. ഇത് നമ്മൾ മോഷനെ സ്ട്രൈറ്റ് ലൈനിൽ ഡിസ്കസ് ചെയ്ത അതേ ഇക്വേഷനാണ്. അത് വൈ ഓഫ് ടിയിൽ ഇതേ ഇക്വേഷൻ തന്നെ എഴുതി വെച്ചു. എന്നിട്ട് ഈ ഒരു യു എന്ന സംഭവത്തിന് എല്ലാത്തിനെയും നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും ഡിവൈഡ് ചെയ്തിട്ട് എല്ലാം ഡിഫറെൻ്റ് ആക്കി എഴുതുക. അതായത് ഇനീഷ്യൽ വെലോസിറ്റി ഇൻ ദ എക്സ് ആക്സിസ്, ഇനീഷ്യൽ വെലോസിറ്റി ഇൻ ദ വൈ ആക്സിസ്, അത് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഗ്രാവിറ്റി നമ്മൾ വൈ ആക്സിസിൽ മാത്രമേ ഉള്ളൂ. സോ വൈ ആക്സിസ് ഇക്വേഷനകത്ത് മാത്രമേ ഗ്രാവിറ്റി അപ്പോൾ എഴുതേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കി അറ്റ് y = 0 ആണ് ഇത് താഴത്തേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് y = 0 ആണ്. അത് അറ്റ് സം ടൈം ടി, ആ ഒരു ടൈം നമ്മൾ ടി എന്ന് പേര് കൊടുത്തു. y ഓഫ് ടി എന്ന് പറയുന്നത് അത് ഇവിടെ എത്തുമ്പോൾ ഉള്ള ടൈമാണ്. ആക്ച്വലി ആ ടൈമിനകത്ത് ഈ y 0 ആയിരിക്കും. അങ്ങനെ ആ ടൈമിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം എത്ര സമയം എടുക്കും ഇത് സ്റ്റാർട്ടിങ്
ടു എൻഡിങ് എത്താനായിട്ട്, അതായത് എത്ര സമയം ഇത് എയറിലുണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു റേഞ്ചാണ് കണ്ടുപിടിക്കുക, എത്ര ദൂരം ഇത് സഞ്ചരിച്ചു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അത് എങ്ങനെ കണ്ടുപിടിക്കും നിങ്ങൾ തന്നെ ആലോചിച്ചു. ഇപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലായി, എത്ര സമയമെടുത്തു, അതായത് എത്ര ടൈം എടുത്തു ടു യു സൈൻ തീറ്റ ബൈ ജി, എത്ര സമയമെടുത്തു ഇത് അങ്ങോട്ടത്തേക്ക് എത്താൻ എന്ന് എനിക്ക് കിട്ടി. ഓക്കെ, സോ അതായത് ഇവിടെ എത്താൻ എടുക്കുന്ന ടൈം ടി ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി, അതെനിക്കറിയാം. ഓക്കെ, സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എനിക്കറിയാം ഈ സമയം. ഇപ്പോൾ ഈ ഫംഗ്ഷൻസിനകത്ത് ഒന്നുകൂടെ നോക്കി, ഇക്വേഷൻ നമ്പർ 1 എന്താ ചെയ്യുക, ആ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ, ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ എക്സ് ആക്സിസിൽ ഏത് ടൈം നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്നോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ആക്സിസ് കണ്ടുപിടിച്ച് തരും. ഏത് ടൈം നിങ്ങൾ ഇൻപുട്ട് ചെയ്താലും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ കണ്ടുപിടിച്ച് തരും. അപ്പോൾ നമുക്കറിയാം ഇത് ഇവിടെ എത്തുന്ന സമയത്ത് എത്ര ടൈമിൽ ഇത് എടുത്തുന്നുള്ളത് അറിയാം. സോ ആ ടൈം ഞാൻ ഇവിടെ ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും, ഇത് എത്ര സഞ്ചരിച്ചു എന്ന് എനിക്ക് കിട്ടാൻ പറ്റും. സോ എക്സ് ഓഫ് ക്യാപിറ്റൽ ടി എന്ന് ഇട്ട് കൊടുത്താൽ എനിക്ക് റേഞ്ച് കിട്ടും. ഓക്കെ, സോ ലെറ്റ് സി. സോ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. എക്സ് ഓഫ് ക്യാപിറ്റൽ ടി, സോ യു കോസ് തീറ്റ ഇൻറ്റു ക്യാപിറ്റൽ ടി എന്ന 2u സൈൻ തീറ്റ ബൈ ജി. സോ യു കോസ് തീറ്റ ഇൻറ്റു 2u സൈൻ തീറ്റ ബൈ ജി. സോ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? യു എന്ന് പറയുന്നത് യു സ്ക്വയർ ആണ്. യു സ്ക്വയർ 2 സൈൻ തീറ്റ കോസ് തീറ്റ ബൈ ജി. സോ ഇതിൽ നിന്ന് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ളത് റേഞ്ച് എന്ന് പറയുന്നത് യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി എന്ന് കിട്ടും. ഇതിനെയാണ് നമ്മൾ സൈൻ 2 തീറ്റ എന്ന് പറയുന്നത്. സൈൻ 2 തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് റേഞ്ച് ഇക്വേഷൻ നമുക്ക് കിട്ടി. സോ എഗെയിൻ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങളൊരു സാധനം എറിയുന്നു, അത് എറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബോട്ടം ഇങ്ങനെ, അതായത് നിലത്തൂടെ പാരലലി എറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഇങ്ങനെ പാരലലി എറിഞ്ഞു കഴിഞ്ഞാൽ അത് അധികം പോകത്തില്ല, പെട്ടെന്ന് താഴെ കിടക്കും. ഏറ്റവും മുകളിലേക്ക് 90 ഡിഗ്രീസിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോയിട്ട് താഴത്തേക്ക് പോകും, അത് റേഞ്ച് ഉണ്ടാവത്തില്ല. ഓക്കെ, 90 ഡിഗ്രീസ് എറിഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കും. അത് നിങ്ങൾ നോക്കി അത് റേഞ്ച് 0 ആയിരിക്കും. ഇപ്പോൾ ഇത് 90 ഡിഗ്രിയിലേക്കാണെങ്കിൽ അറിയുന്നത് 180 ഇടും, സൈൻ 180 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇനി മാക്സിമം എനിക്കിത് വരണം എന്നുണ്ടെങ്കിൽ ഞാനിത് 45 ഡിഗ്രിയിൽ എറിയണം. 45 ഡിഗ്രിയിൽ എറിഞ്ഞാൽ മാത്രമേ ഇതിന് മാക്സിമം റേഞ്ച് ഉണ്ടാകത്തുള്ളൂ. അത് സത്യമാണ്. 45 എന്ന സമയത്ത് ഇത് സൈൻ 2 തീറ്റയാണ്, സൈൻ 90 വരും. സോ യു സ്ക്വയർ ബൈ ജി എന്നുള്ള ഇക്വേഷനിലേക്ക് പോകും. സോ നമുക്ക് വെരിഫൈ ചെയ്യണം, നമുക്ക് കിട്ടുന്ന ഉത്തരം നമ്മൾ നോക്കണം, വെദർ റിയൽ ടൈമിൽ ഇത് ശരിയാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ബാക്കി ചെയ്യാനായിട്ട്. ഓക്കെ, സോ നമുക്ക് ലാസ്റ്റ് ഒരു ടോപ്പിക്, ഒരു ഭാഗം കൂടെ എടുക്കണം. ഓക്കെ, സോ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റാണ്. ഇത് എത്ര ഹൈറ്റിലേക്ക് പോകുന്നു. ഓക്കെ, സോ ഹൈറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു വെലോസിറ്റി ഇൻ ദ വൈ ആക്സിസ് കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണത്. സോ വെലോസിറ്റി ഇൻ ദ വൈ ആക്സിസ് വി വൈ ഓഫ് ടി, നിങ്ങൾക്കറിയാം വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചായിരുന്നു. സോ വി വൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻ ദ വൈ ആക്സിസ്. അതെന്താ? ഇനീഷ്യൽ വെലോസിറ്റി ഇൻ ദ വൈ ആക്സിസ്, അത് യു സൈൻ തീറ്റ ടി ആണ്. യു സൈൻ തീറ്റ ടി ഇല്ല, അതിനകത്ത് യു സൈൻ തീറ്റ മാത്രമേ ഉള്ളൂ. സോറി അബൌട്ട് ദാറ്റ്. യു സൈൻ തീറ്റ മൈനസ് ജി ടി ആയിരിക്കും. ജി എന്ന് പറയുന്നത് നെഗറ്റീവ് ഡയറക്ഷനിലാണ്, അതുകൊണ്ടാണ് മൈനസ് ജി ടി വരാൻ കാരണം. ഓക്കെ, സോ ഇതിനകത്ത് വെലോസിറ്റി അറ്റ് ദ ടോപ്പ് പോയിന്റ്, നമ്മളിപ്പോൾ ഒരു സാധനം എറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് പോയിന്റിൽ അത് മുകളിലേക്കോ താഴത്തേക്കോ മൂവ് ചെയ്യത്തില്ല, അത് അവിടെ തന്നെ നിൽക്കുമായിരിക്കും. നമ്മളിപ്പോൾ ഇത് സൈഡിലേക്ക് മൂവ് ചെയ്യും, പക്ഷെ മുകളിലേക്കോ താഴത്തേക്കോ മൂവ് ചെയ്യത്തില്ല. സോ അറ്റ് സം ടൈം ടി, ലെറ്റ് സേ അറ്റ് സം ടൈം ടി ഈക്വൽ ടു ടി സ്റ്റാർ എന്ന് എടുത്തോ. ഏതോ ഒരു സമയത്ത് ഈ ഒരു ടൈം എന്ന് പറയുന്നത് ടി സ്റ്റാർ ആണ്. ആ ടി സ്റ്റാറിൽ എത്തുന്ന സമയത്ത് ഇത് മുകളിലേക്കോ താഴത്തേക്കോ മൂവ് ചെയ്യത്തില്ല, അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും.
സോ വി വൈ ഓഫ് ടി സ്റ്റാർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നോക്കാം. സോ യു സൈൻ തീറ്റ മൈനസ് ജി ടി സ്റ്റാർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി യു സൈൻ തീറ്റ ഈക്വൽ ടു ജി ടി സ്റ്റാർ എന്ന് കിട്ടി. സോ ജി ടി സ്റ്റാർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? യു സൈൻ തീറ്റ ബൈ ജി ആണ്. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. അതായത് മാക്സിമം ഹൈറ്റ് എത്താൻ എടുക്കുന്ന സമയമാണ് യു സൈൻ തീറ്റ ബൈ ജി. ഓക്കെ, സോ ഇതിനകത്ത് ഈ പർട്ടിക്കുലർ ടൈം കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ എത്ര ഹൈറ്റ് പോയെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വൈ ആക്സിസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ വൈ ആക്സിസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. വൈ ഓഫ് ടി ഈക്വൽ ടു എന്താണ്? യു സൈൻ തീറ്റ ടി, യു സൈൻ തീറ്റ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഓക്കെ, സോ നമ്മൾ ഇതിനകത്ത് ഈ ടി സ്റ്റാർ ഇട്ട് കൊടുക്കുക. സോ വൈ ഓഫ് ടി സ്റ്റാർ ഇട്ട് കൊടുത്തു. അപ്പോൾ എല്ലായിടത്തും ടി ഉള്ള സ്ഥലത്തെല്ലാം ഇതിട്ട് കൊടുക്കണം. സോ യു സൈൻ തീറ്റ ഇൻറ്റു യു സൈൻ തീറ്റ ബൈ ജി മൈനസ് ഹാഫ് ജി ഇൻറ്റു യു സൈൻ തീറ്റ ബൈ ജി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത്രയും കിട്ടി. അപ്പോൾ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. സോ വൈ ഓഫ് ടി സ്റ്റാർ, സോ ഇതിനകത്ത് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി, ഇതിനകത്ത് അത് കിട്ടി. ഇതിനകത്ത് യു സ്ക്വയർ, സോ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g കിട്ടി. ഓക്കെ, സോ സോ നിങ്ങൾ നോക്കി നോക്കുക. യു സ്ക്വയർ സൈൻ തീറ്റ ബൈ ജി മൈനസ് യു സ്ക്വയർ സൈൻ തീറ്റ ബൈ ഹാഫ് ഓഫ് ഇറ്റ്. സോ 1 മൈനസ് ഹാഫ് എത്രയാ? ഹാഫ് ആയിരിക്കും. 1 അര കുറച്ച് അരയല്ലേ, അപ്പോൾ ആ രീതിയിൽ. അപ്പോൾ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. സോ ഇതാണ് നമ്മുടെ മാക്സിമം ഹൈറ്റ്. ഞാൻ ഒന്നുകൂടെ മാക്സിമം ഹൈറ്റ് എഴുതാം, ഇവിടത്തേക്ക് എഴുതാം. സോ ഹൈറ്റ് ഇക്വേഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് എത്രയാണ്? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതായത് നിങ്ങൾക്കത് ആക്ച്വലി ഇറ്റ് മേക്ക് സെൻസ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും മാക്സിമം ഹൈറ്റിലേക്കാണ് ഇത് എറിയണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇതെടുത്ത് മുകളിലേക്ക് നന്നായിട്ട് അങ്ങ് എറിയണം. അപ്പം അതായത് 90 ഡിഗ്രിയിലേക്ക് അങ്ങ് എറിയണം. 90 ഡിഗ്രിയിൽ എറിയാൽ മാത്രമേ ഇത് മാക്സിമം ഹൈറ്റിലേക്ക് പോകത്തുള്ളൂ. അപ്പോഴാണ് വെൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി അത് മാക്സിമം ആവുക. അപ്പോൾ യു സ്ക്വയർ ബൈ 2g എന്ന് കിട്ടും. മനസ്സിലായില്ലേ? സോ ഈ 3 ഇക്വേഷൻസ്, അതായത് ടൈം ഓഫ് ലൈറ്റ്, ഇത് മാക്സിമം ഹൈറ്റ്, റേഞ്ച്, ഈ 3 ഇക്വേഷൻസിൻ്റെ പ്രൂഫ് നിങ്ങൾ പഠിച്ചിരിക്കണം. സോ ഇതിങ്ങനെയാണ് ചെയ്യുക. നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈ ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ കുറേ തവണ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അത് ഫിക്സേറ്റഡ് ആയിപ്പോൾ മനസ്സിലാകത്ത്. സോ ഈ ഒരു രീതിയിൽ വേണം ഇത് ഓർക്കാനായിട്ട്. ഓക്കെ, കുറേ രീതിയിൽ ഇത് മെമ്മറൈസ് ചെയ്യാൻ നോക്കരുത്. സോ സ്റ്റാർട്ട് ഫ്രം ഹിയർ, അതായത് ഇതിൻ്റെ ലോജിക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഓർത്തിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ 300-400 ഇക്വേഷൻസ് ഉണ്ടാവും. അപ്പോൾ ലോജിക്ക് എപ്പോഴും ഫോളോ ചെയ്യുക, എന്നിട്ട് പഠിക്കുക. ഓക്കെ, ദെൻ സീ യു, ബൈ.